ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരെയും അതേപോലെ നായികമാരെയും പറ്റിയാണ്. നമുക്കറിയാം, ഈ തന്നിരിക്കുന്നത് LGSന്റെ സിലബസ്, അതേപോലെ 10th മെയിൻസിൻ്റെത്, പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസിൻ്റെയൊക്കെ സിലബസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിലും ഈ ടോപ്പിക്കിൽ നമുക്ക് 5 മാർക്ക് പറയുന്നുണ്ട്. 5 മാർക്കിൽ എന്താണ് ഈ പറയുന്ന കലാ സാംസ്കാരിക മേഖല എന്ന് പറയുന്നുണ്ട്. അതിൽ 5 മാർക്കിൽ നമുക്ക് ചോദിക്കാറുണ്ട് ഈ നമ്മുടെ നവോത്ഥാന നായകരെ പറ്റി. നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ സംസ്കാരം, ഇത് LDC മെയിൻസിൻ്റെയാണ്. അതിലും പറയുന്നുണ്ട് എന്ത്, കേരളത്തിലെ സാംസ്കാരിക നായകർ കണ്ടോ, അവരുടെ സംഭാവനകൾ എന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് കണ്ടോ അവരുടെ സംഭാവന നൽകിയവരും മലയാള സിനിമ, അതല്ല പിന്നെ വേണ്ടത് ഈ പറയുന്ന കണ്ടോ സാംസ്കാരിക കേന്ദ്രങ്ങൾ. ഇതാണ് നമ്മുടെ സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇതെന്താണ്, നമ്മുടെ +2ന്റെ സിലബസിലാണ് വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയാണ്. അതിലും എന്തുണ്ട്, ഈ പറയുന്ന സാംസ്കാരിക നായകരും അവരുടെ സംഭാവനകളുമുണ്ട്. അപ്പോൾ ഈ നവോത്ഥാന നായകർ എന്ന് പറയുന്നത് PSCയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ 2021 മുതൽ 25 വരെയുള്ളതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1114 കഥ എന്ന് കൃതി രചിച്ചത് ഒത്തിരി തവണ, അതായത് ആ ഒരു ടൈമിൽ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പറിലും ആരായിരുന്നു, ഈ പറയുന്ന അക്കാമ ചെറിയാനായിരുന്നു. അപ്പോൾ അക്കാമ ചെറിയാൻ്റെ കൃതിയാണ് എന്താ 1114 കഥ എന്നുള്ളത്. അപ്പോൾ ആരുടേതാണ്, അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, അക്കാമ ചെറിയാനാണ്. പഠിച്ചു വെക്കണം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ആര്, അക്കാമ ചെറിയാൻ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, 1114 കഥ ആരുടേതാണ്, അക്കാമ ചെറിയാൻ്റെതാണ്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ അക്കാമ ചെറിയാൻ എന്ന് പറയുന്നത്. 1909 അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. തിരുവിതാംകൂറിലെ എവിടെയാണ്, കാഞ്ഞിരപ്പള്ളിയിലാണ് ജനിക്കുന്നത്. അതേപോലെ കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. അതേപോലെ കേരളത്തിന്റെ ഉരുക്കു വനിതയാണ് ആര്, അക്കാമ ചെറിയാൻ. തമ്പാനൂരിൽ നിന്ന് കവടിയാറിലേക്കുള്ള രാജധാനി മാർച്ച് എന്ന റാലിക്ക് നേരെ വെടിയുതിർക്കാൻ ബ്രിട്ടീഷ് പോലീസ് മേധാവികൾ ഉത്തരവിട്ടപ്പോൾ അവരുടെ പ്രശസ്തമായ വാക്കുകളായിരുന്നു എന്താ, ഞാൻ നേതാവാണ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം എന്നെ കൊല്ലുക. അപ്പൊ രാജധാനി മാർച്ച് ആരുടേതാണ്, അക്കാമ ചെറിയാൻ്റെതാണ്. കേരളത്തിലെ ഉരുക്കു വനിതയാണ്, ജോവാൻ ഓഫ് ആർക്കാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാനാണ്. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്, മഹാത്മാഗാന്ധിയാണ്. സ്വതന്ത്രാനന്തരം 1947 അക്കാമ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ആത്മകഥ ഏതാണ്, ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. പുസ്തകമാണ് 1114 നൂറ്റാണ്ടിലെ കഥ. 1114 കഥ എന്ന വരാറ് 1982 അവർ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആണ് അക്കാമ ചെറിയാനാണെങ്കിൽ കേരളത്തിന്റെ ഝാൻസി റാണി ആരാണ്, അത് ആനി മസ്ക്രിൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്ക്രിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, 1114 കഥ അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്, അക്കാമ ചെറിയാനാണ്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക്, കേരളത്തിന്റെ ഉരുക്കു വനിത. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ഒക്കെ ആരാണ്. അതേപോലെ ദേശസേവിക സംഘത്തിന്റെ സ്ഥാപകയും ആരാണ്, അക്കാമ ചെറിയാനാണ്. ആത്മകഥയാണ് ജീവിതം ഒരു സമരം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. എവിടെയാണ് അയ്യങ്കാളി കർഷക സമരം സംഘടിപ്പിക്കുന്നത്, അത് നമ്മുടെ വെങ്ങാനൂരായിരുന്നു അല്ലെ, വെങ്ങാനൂർ. ഓക്കെ, അയ്യങ്കാളി നോക്കിക്കേ, 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ ജനനം. 1863 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അച്ഛനാണ് അയ്യൻ, അമ്മയാണ് മാല. അപ്പൊ അയ്യന്റെയും മാലയുടെയും മകനായിട്ടാണ് നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ആര്, അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം 1907 സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാണ് ആര്, അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938 അത് എന്താക്കി മാറ്റുന്നത്, പുലയ മഹാസഭ എന്ന പേരിലേക്ക് അത് മാറ്റുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിക്കേ, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് നമ്മുടെ അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ. 1863 ഓഗസ്റ്റ് 28 ജനനം. പിന്നെ എന്താണ്, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു എന്ത്, ഈ പറയുന്ന സാധുജന പരിപാലിനി. അതിന്റെ പത്രാധിപരാണ് ആര്, ചെമ്പുംതറ കാളിച്ചോതിക്കറുപ്പൻ. ആരാണ്, ചെമ്പുംതറ കാളിച്ചോതിക്കറുപ്പൻ. ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് പത്രമായിട്ട് കാണുന്നത് ഈ പറയുന്ന സാധുജന പരിപാലിനിയാണ്.
ഓക്കെ, പിന്നെ എന്തൊക്കെയാ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്? ഒത്തിരി പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ആരെ പറ്റി, നമ്മുടെ അയ്യങ്കാളിയെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 63 ഓഗസ്റ്റ് 28 ജനനം പറഞ്ഞു. പിന്നെന്താണ്? അച്ഛൻ അയ്യനാണ്, മാതാവ് ആരാണ്? മാലയാണ്. അതേപോലെ ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന അയ്യങ്കാളിയാണ്. പുലയ രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? പുലയ രാജ ആരാണ്? അയ്യങ്കാളിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. 1937 നമ്മുടെ ഗാന്ധിജിയുടെ അഞ്ചാമത്തെ ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിരിക്കുന്നത്. അതിൽ 5ാമത്തെ സന്ദർശനത്തിലാണ് ഗാന്ധിജി ആരെ കണ്ടുമുട്ടുന്നത്? അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അയ്യങ്കാളി ആരംഭിച്ചതാണ് എന്ത്? കുടിപ്പള്ളിക്കൂടം. അത് ചോദിക്കാറുണ്ട്. കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. 1905 സാധുജന പരിപാലന സംഘം നമ്മൾ പറഞ്ഞു. 1907 അതായത് SNDP നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാധുജന പരിപാലന സംഘം. 1903 SNDP. അപ്പൊ 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം. അതിന്റെ മുഖപത്രം നമ്മൾ പറഞ്ഞു. സാധുജന പരിപാലിനിയാണ് മുഖപത്രം. പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് 1938 നമ്മൾ പറഞ്ഞു അല്ലെ? 1938. ഇനി അതേപോലെ തന്നെ എന്താണ് അതിന്റെ മുഖ്യ പത്രാധിപർ പറഞ്ഞു. ആരാണ്? ചെമ്പുന്തറ കാളിച്ചോതിക്കറുപ്പനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലന. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യ വിപുലമായ സമ്മേളനം നടന്നത് കൊല്ലം സമ്മേളനമാണ് 1915. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് പണിമുടക്ക് നടത്തിയ തൊഴിലാളി നേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അയ്യങ്കാളിയാണ്. എന്താണ്? ആദ്യത്തെ പണിമുടക്ക് നടത്തിയ തൊഴിലാളി നേതാവാണ് ആര്? അയ്യങ്കാളി. ഓക്കെ, അതേപോലെ തന്നെ സംഘടിത കർഷക സമരം ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ സംഘടിത കർഷക സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. പിന്നെന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ശ്രീമൂലം പ്രജാസഭ ഏത് വർഷമാണ്? 1911. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആണ് എന്താ? വില്ലുവണ്ടി സമരം ഏത് വർഷമാണ്? 1893 അദ്ദേഹം വില്ലുവണ്ടി സമരം. എവിടെ മുതൽ എവിടം വരെ? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് അല്ലെ? കവടിയാർ കൊട്ടാരം വരെ. അതായത് പൊതുവഴിയിലൂടെ ദളിതർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് വില്ലുവണ്ടി സമരം അല്ലെ? 1893. 90-ാം ആണ്ട് സമരമുണ്ട്. അത് ഏത് വർഷമാണ്? അത് 1915. അതായത് 1990 കൊല്ലവർഷം 1090 എന്ത് നടക്കുന്നത്? 90-ാം ആണ്ട് സമരം. അതിന്റെ വർഷം ഏതാണ്? 1915. കല്ലുമാല സമരമുണ്ട് 1915. അതിന്റെ മറ്റൊരു പേരെന്താണ്? പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം. അത് ഏതാണ്? 1915. ഓക്കെ ആണല്ലോ. ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കിയ സ്റ്റാമ്പ് പുറത്തിറക്കുന്നുണ്ട്. അത് ഏത് വർഷമാണ്? 2002 ഓഗസ്റ്റ് 12 അദ്ദേഹത്തെ ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കുന്നുണ്ട്. പിന്നെന്താണ്? അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലേ? അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ട്. അത് ആരംഭിച്ചത് 2010. അതായത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് 2010. അതേപോലെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് നമ്മുടെ EK നായനാറാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതിമ ഇന്ത്യയുടെ മഹാനായ പുത്രൻ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വെള്ളയമ്പലത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുണ്ട്. അത് അനാച്ഛാദനം ചെയ്തതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പിന്നെന്താ പറയാൻ വേണ്ടി പറ്റുന്നത്? ആ പ്രതിമയുടെ ശില്പി അതാരാണ്? ഇസ്രാ ഡേവിഡ് ആണ് പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ കേരള SC/ST വികസന കോർപ്പറേഷന്റെ പേരാണ് എന്ത്? അയ്യങ്കാളി ഭവൻ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ തിരുവനന്തപുരത്തിലെ VJT ഹാള് അതിന്റെ പേരെന്താണ്? അയ്യങ്കാളിയുടെ പേരിലാണ് അത് എന്ത് ചെയ്യുന്നത്? പുനർനാമകരണം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. കുറെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. 63 ജനനം, 93 വില്ലുവണ്ടി സമരം, 98 ചാലിയത്തെരുവ് ലഹളയുണ്ട്, 1905 എന്താണ്? നമ്മുടെ കുടിപ്പള്ളിക്കൂടം, 1907 അത് സാധുജന പരിപാലനയുണ്ട്. പിന്നെ 1911 എന്താണ്? നമ്മൾ പറഞ്ഞു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. പിന്നെന്താണ്?
1915 അദ്ദേഹം 90-ാം ആണ്ട് ലഹള, അതേപോലെ തന്നെ 1915 കല്ലുമാല സമരമുണ്ട്. 37 ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 38 സാധുജന പരിപാലന എന്തായിട്ട് മാറുന്നുണ്ട്? പുലയ മഹാസഭയായിട്ട് മാറുന്നുണ്ട്. 2002 അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. 2010 എന്ത് സംഭവിച്ചു? അയ്യങ്കാളി എന്താണ് അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വന്നു. അതേപോലെ തന്നെ അദ്ദേഹം മരിക്കുന്നത് 1941 അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. 1941 ഓക്കെ ആണല്ലോ. ഏകദേശം പോയിന്റ്സ് ഒക്കെ ആയിട്ടുണ്ട് അയ്യങ്കാളിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിക്കുന്നത്. എന്നാണ് 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ ആണല്ലോ. കുറെ പോയിന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വരും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്കത് പഠിച്ചെടുക്കാം. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചത് ആരാണ്? അത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമി നോക്കാം. വൈകുണ്ഠസ്വാമി ജനിച്ചത് എന്നാണ് 1809 മാർച്ച് 12 ആര് ജനിക്കുന്നത്? വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുവാൻ തുവയൽ പന്തി കൂട്ടായ്മ ആരാണ്? വൈകുണ്ഠസ്വാമി. തുവയൽ പന്തി വൈകുണ്ഠസ്വാമി. നിശാ പാഠശാല വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജം 1836 സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അപ്പൊ ഏതാണ് സമത്വ സമാജത്തിന്റെ വർഷം? 1836 ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമിയാണ്. അപ്പൊ തുവയൽ പന്തി കൂട്ടായ്മ, നിശാ പാഠശാലകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? വൈകുണ്ഠസ്വാമി. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചതാണ് വൈകുണ്ഠസ്വാമികൾ. സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണിത്, ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിന്റെ ഭരണമെന്നും അതേപോലെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചതാരാണ്? വെണ്ണീച ഭരണം അല്ലെ. അനന്തപുരിയിലെ നീചനെന്നും വെണ്ണീച ഭരണം എന്നൊക്കെ പറഞ്ഞത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്ന അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് ആരാണ്? അതും ഈ പറയുന്ന വൈകുണ്ഠസ്വാമിയാണ്. നമ്മളിപ്പോ പറഞ്ഞു നിശാ പാഠശാല വൈകുണ്ഠസ്വാമിയാണ്, തുവയൽ പന്തി കൂട്ടായ്മ വൈകുണ്ഠസ്വാമിയാണ്, അയ്യാവഴി വൈകുണ്ഠസ്വാമിയാണ്. അതിന്റെ എന്താണ് ചിഹ്നം എന്ന് പറയുന്ന എന്താണ്? തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദച്ഛനം അഥവാ തിരുച്ചെന്തൂർ എന്ന് പറയും. വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അഖിലത്തിരുട്ട് അരുൾ നൂലാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അരുൾ നൂലൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അന്തരിച്ചത് എന്നാണ്? 1851 ജൂൺ 3 വൈകുണ്ഠസ്വാമികൾ അന്തരിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ടോപ്പിക്ക്, ഒരു കണ്ടന്റ് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. കാലടിയിലെ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമം ആരുടേതാണ്? ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമം ആഗമാനന്ദ സ്വാമി. എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1896 ഓഗസ്റ്റ് 27. എവിടെയാണ് ജനിച്ചത്? കൊല്ലം ജില്ലയിലെ ചവറ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാല നാമമാണ് കൃഷ്ണൻ നമ്പ്യാതിരി. ചോദിക്കാം, കൃഷ്ണൻ നമ്പ്യാതിരി എന്ന കുട്ടിക്കാല നാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദൻ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ആഗമാനന്ദ സ്വാമി. അദ്ദേഹം ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം ആഗമാനന്ദന്റേതാണ്. ആഗമാനന്ദ സ്വാമി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? 1935 എവിടെ? തൃശ്ശൂരാണ്. കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് 1936. അപ്പൊ ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? 1935 തൃശ്ശൂരാണ്. 36 എന്ത് സംഭവിക്കുന്നത്? അദ്ദേഹം കാലടിയിൽ ആശ്രമം സ്ഥാപിക്കുന്നത്. ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളാണ് അമൃതവാണി, പ്രബുദ്ധ കേരളം. അമൃതവാണി, പ്രബുദ്ധ കേരളം ആരുടേതാണ്? ആഗമാനന്ദനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷമാണ് ഇത് 1961.
അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ആഗമാനന്ദ സ്വാമി ആദ്യമായിട്ട് ആശ്രമം ആരംഭിക്കുന്നത് 1935 തൃശ്ശൂരാണ്. കാലടിയിൽ 1936. അമൃതവാണി പ്രബുദ്ധ കേരളവും ആഗമാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ആരംഭിച്ചതാണ് എന്ത്? സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം. കുട്ടിക്കാല നാമമാണ് കൃഷ്ണൻ നമ്പ്യാതിരി. അദ്ദേഹം ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം എന്ന് പറയുന്നത്. അക്കമ്മ ചെറിയാന്റെ ജനനം എവിടെയാണ്? അക്കമ്മ ചെറിയാൻ ജനിച്ചത് നമ്മൾ പറഞ്ഞല്ലേ, നേരത്തെ തന്നെ പറഞ്ഞു. അക്കമ്മ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണെന്ന് അല്ലെ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അവര് മത്സരിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ജനനം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ ജനിച്ചത്. ഏതൊക്കെ പറഞ്ഞു? 1114 കഥ, ജീവിതം ഒരു സമരം ആത്മകഥയാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് അക്കമ്മ ചെറിയാൻ. അതേപോലെ കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്കാണ്. കേരളത്തിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടതക്കാരാണ്? അക്കമ്മ ചെറിയാനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയെന്നാ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത്? 1935 തൃശ്ശൂരാണ്. ഈ തൃശ്ശൂരിലെ ഒരു സ്ഥലമാണ് ഇത്, പുതുക്കാട്. അപ്പൊ പഠിച്ചു വെച്ചു. ആഗമാനന്ദ സ്വാമി ആദ്യമായിട്ട് ആശ്രമം ആരംഭിക്കുന്നത് പുതുക്കാട് തൃശ്ശൂരാണ് 1935. 1936 ആഗമാനന്ദ സ്വാമി എവിടെ? കാലടിയിൽ ആശ്രമം സ്ഥാപിക്കുന്നത്. ഓക്കെ ആണല്ലോ. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു, ഗാന്ധിജിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണിയാണ് അക്കമ്മ ചെറിയാൻ. 1114 കഥ, ജീവിതം ഒരു സമരം. കേരളത്തിന്റെ ഝാൻസി റാണി ആരാണ്? ഓക്കെ, അതാരായിരുന്നു? അത് ആനി മസ്ക്രീൻ ആണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് ആര്? നമ്മുടെ അക്കമ്മ ചെറിയാൻ. എവിടെയാണ് അക്കമ്മ ചെറിയാന്റെ ജനനം? അത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അക്കമ്മ ചെറിയാൻ എന്ത് ചെയ്തത്? മത്സരിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം, വേദിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആരാണ് ആദ്യത്തെ കർഷക സമരം നടത്തിയത്? അയ്യങ്കാളിയാണ്. വേദി എവിടെയാണ്? വെങ്ങാനൂരാണ്. ഓക്കെ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ അത് AK ഗോപാലനാണ്. AKG ഗോപാലൻ. AK ഗോപാലൻ ജനിച്ചത് 1904 ഒക്ടോബർ 1 ജനനസ്ഥലം കണ്ണൂരിലെ മാവിലയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് ആര്? AK ഗോപാലൻ. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കണ്ണൂരിൽ ഉണ്ടല്ലോ മുത്തപ്പന്റെ അമ്പലം, അവിടെ പോയപ്പോഴേക്കും നമ്മൾ അവിടുത്തെ ഒരു കോഫി ഹൗസിൽ പോയിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു കോട്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എവിടെയാണ് AK ഗോപാലൻ? കണ്ണൂരിലെ മാവിലയിലാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? AKG ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ. അക്കമ്മ ചെറിയാന്റെ ആത്മകഥ എന്തായിരുന്നു? ജീവിതം ഒരു സമരം. ഓക്കെ, അപ്പൊ AK ഗോപാലന്റെ ആണെങ്കിൽ എന്താണ്? എന്റെ ജീവിതകഥ AK ഗോപാലന്റേതാണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചാലും അത് ആരാണ്? AK ഗോപാലനാണ്. ലോകസഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് ആര്? റാം സുഭഗ് സിംഗ് എന്ന് പറയുന്നത്. റാം സുഭഗ് സിംഗ്. ആദ്യ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനും ആദ്യ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആരാണ്? റാം സുഭഗ് സിംഗ് ആണ്. പാവങ്ങളുടെ പടത്തലവൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ പടത്തലവനാണ് ആര്? AKG. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AKG. ആദ്യമായിട്ട് അദ്ദേഹം എവിടെയാണ് കോഫി ഹൗസ് സ്ഥാപിക്കുന്നത്? തൃശ്ശൂരാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ആരെയാണ്? ആഗമാനന്ദ സ്വാമി അല്ലേ. ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിക്കുന്നത് 1935 പുതുക്കാട് തൃശ്ശൂരാണ്. AKG ആദ്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? അതും നമ്മുടെ തൃശ്ശൂരാണ്. ഓക്കെ ആണല്ലോ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും അദ്ദേഹം എന്ത് നടത്തുന്നുണ്ട്? ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തുന്നുണ്ട്. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതുമാരാണ്? AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആര്? AK ഗോപാലൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച് 1936 പട്ടിണി ജാഥ നയിക്കുന്നത് ആരാണ്? ഈ പറയുന്ന AKG ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു നോക്കിക്കേ. AKGയെ പറ്റി: പാവങ്ങളുടെ പടത്തലവൻ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ആദ്യത്തെ കോഫി ഹൗസ് എവിടെയാണ്? തൃശ്ശൂരാണ്. മലബാർ ജാഥ ആരാണ്? കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ്. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AKG ആണ്. അതേപോലെ തന്നെ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? AKG ആണ്. പിന്നെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് ആര്? AKG. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ. ഓക്കെ ആണല്ലോ. കുറച്ച് പോയിന്റ്സ് ആയല്ലോ. AKG സെന്റർ എവിടെയാണ്? AKG സെന്റർ തിരുവനന്തപുരത്താണെങ്കിൽ
AKG ഭവൻ ന്യൂഡൽഹിയിലാണ്. AKG പ്രതിമ എവിടെയാണ്? കണ്ണൂരാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? AKG സെന്റർ തിരുവനന്തപുരം, AKG ഭവൻ ന്യൂഡൽഹി, AKG പ്രതിമ കണ്ണൂരാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് ആര്? AK ഗോപാലൻ. P/Q ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ AKG സെന്റർ തിരുവനന്തപുരം, ഭവൻ ന്യൂഡൽഹി, അല്ലെ രാഷ്ട്രപതി ഭവൻ എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അതൊക്കെ ന്യൂഡൽഹി ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ AKG ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. AKGയുടെ പ്രതിമ എവിടെയാണ്? കണ്ണൂരാണ്. 1977 മാർച്ച് 22 അദ്ദേഹം അന്തരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാർച്ച് 22 AKG ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ്? ഒന്നും നോക്കണ്ടല്ലേ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതാണ്. അയ്യങ്കാളിയാണല്ലേ കർഷക സമരം. ദേശസേവികാ സംഘം ആരുടേതാണ്? അക്കമ്മ ചെറിയാൻ. നമ്മൾ പഠിച്ചു, ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ്. 1114 കഥ അക്കമ്മ ചെറിയാനാണ്. ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാനാണ്. പിന്നെ എന്താ പറഞ്ഞത്? കേരളത്തിന്റെ ഝാൻസി റാണി ആരാണ്? അത് ആനി മസ്ക്രിൻ ആണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് ആര്? അക്കമ്മ ചെറിയാൻ. അതേപോലെ തന്നെ കേരളത്തിന്റെ ഉരുക്ക് വനിത ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചാണ്. ഏതാണ്? അമൃതവാണിയും പ്രബുദ്ധ കേരളവും ആരുടേതാണ്? ആഗമാനന്ദ സ്വാമിയുടേതാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും വരുന്നത്. തുവയൽപന്തി കൂട്ടായ്മ ആരുടേതാണ്? തുവയൽപന്തി വൈകുണ്ഠസ്വാമി. നിശാപാഠശാലകൾ വൈകുണ്ഠസ്വാമി അല്ലെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. തുവയൽപന്തികൾ ആരുടേതാണ്? വൈകുണ്ഠസ്വാമിയാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവാര്? സാരഞ്ജിനി പരിണയം ആരുടേതാണ്? അത് അയ്യത്താൻ ഗോപാലനാണ്. നമ്മൾ പറയാത്തൊരു പോയിന്റ് ആണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകം അയ്യത്താൻ ഗോപാലന്റേതാണ്. കണ്ടോ, സാരഞ്ജിനി പരിണയം കണ്ടോ, ഗോപാലൻ അവർകൾ കണ്ടോ, ഗോപാലൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ സാരഞ്ജിനി പരിണയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാരഞ്ജിനി പരിണയം? അതൊരു സംഗീത നാടകമാണ്. അയ്യങ്കാളി ജനിച്ച ദിവസം എന്നാണ് അയ്യങ്കാളി ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28. ഓപ്ഷൻ ഡി ആണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. സമപന്തി ഭോജനം ആരാണ് സമപന്തി ഭോജനം നടപ്പിലാക്കുന്നത്? അത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം വരുന്നത്. കണ്ടോ, ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മിശ്രഭോജനവും സമപന്തി ഭോജനവും അല്ലെ. സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ വൈകുണ്ഠസ്വാമികളാണ് എന്ത് നടത്തുന്നത്? സമപന്തി ഭോജനം. കണ്ടോ, അതേപോലെ തന്നെ 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ K അയ്യപ്പൻ സംഘടിപ്പിച്ചതാണെന്ത്? മിശ്രഭോജനം. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠസ്വാമി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സമപന്തി ഭോജനമാണ്. അതാരാണ്? വൈകുണ്ഠസ്വാമി. മിശ്രഭോജനമാണ് ആര്? നമ്മുടെ പ്രീതി ഭോജനം വാഗ്ബടാൻ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. മിശ്രഭോജനമാണ് ആര്? സഹോദരൻ അയ്യപ്പൻ്റെത്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്, അക്കമ്മ ചെറിയാന്റെ പഠിക്കാത്തൊരു ടോപ്പിക്കാണ് നമ്മളത്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R പാർവതി ദേവിയാണ്. ആരാണ്? R പാർവതി ദേവി. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏതാണ്? 1961 ആര്? ആഗമാനന്ദ സ്വാമി അന്തരിക്കുന്നത്. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. ഞാൻ പറഞ്ഞു, ഇസ്രാ ഡേവിഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രതിമ എന്ത് ചെയ്യുന്നത്? രൂപകൽപ്പന ചെയ്യുന്നത്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ചോദിച്ചാൽ അതേതാണ്? അത് 1911. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ചോദിച്ചാൽ അതേതാണ്? അത് സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലന സംഘം അതേത് വർഷമാണ്? 1907 സാധുജന പരിപാലിനി അതിന്റെ മുഖപത്രമാണ്. ആദ്യത്തെ ദളിത് പത്രമാണ്. അതിന്റെ പത്രാധിപനാണ് ആര്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഓക്കെ ആണല്ലോ. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? അതേപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പുസ്തകം, നമ്മൾ അക്കമ്മ ചെറിയാന്റെ പുസ്തകം പാർവതി ദേവി പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട്. അയ്യങ്കാളി എ ലളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്നൊരു കൃതിയുണ്ട്. അത് ആരുടേതാണ്? M നിസാറിൻ്റെതാണ്. എന്താണ്? അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. പറഞ്ഞിരിക്കുന്നത് 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച പത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാള പത്രമാണ്. ഏതാണ്? 1917 അപ്പൊ റഷ്യൻ വിപ്ലവം അല്ലെ. അപ്പൊ ഏത് പത്രമാണ്? നമ്മുടെ മിതവാദി പത്രമാണ്. ഏതാണ്? മിതവാദി. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് മിതവാദി പത്രത്തെ പറ്റി പഠിക്കേണ്ടത്? ഇതിന്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ടി ശിവശങ്കരനാണ്. ടി ശിവശങ്കരൻ തലശ്ശേരിയിൽ നിന്നാണ് ഈ പത്രം എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. 1907 പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന ആരാണ്? മിതവാദി കൃഷ്ണൻ എന്നല്ലേ. അതായത് 1913 ആയപ്പോഴേക്കും നമ്മുടെ സി കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പത്രത്തെ മൊത്തമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ. അതേപോലെ തന്നെ 1907 നമ്മൾ പറഞ്ഞു. അത് എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ് ഈ പറയുന്ന പത്രം പുറത്തിറക്കിയത്. ഈ പത്രത്തിലാണ് ഇതിന്റെ ഫസ്റ്റ് എഡിറ്റർ ആയിട്ട് വരുന്നത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരനാണ് മിതവാദി പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, മൂർക്കോത്ത് കുമാരൻ. ഓക്കെ, അപ്പൊ ആരാണ് മിതവാദി പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ടി ശിവശങ്കരനാണ്. 1907 തലശ്ശേരിയിലാണ്. ഇനി 1913 എന്താണ് സംഭവിക്കുന്നത്? സി കൃഷ്ണൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നമ്മുടെ കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായിട്ട് രചിച്ചു വന്ന് മാസിക ചോദിക്കാറുണ്ട്. അത് ഏതാണ്? നമ്മുടെ ഈ പറയുന്ന മിതവാദി പത്രത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന മിതവാദി പത്രമാണ്. പിന്നെ എന്താണ്? അധസ്ഥിതരുടെ ബൈബിൾ, തീയരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് മിതവാദി പത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ടി ശങ്കരൻ 1907 തലശ്ശേരി, 1913 ശ്രീകൃഷ്ണൻ, മൂർക്കോത്തുകുമാരൻ എഡിറ്ററാണ്. വീണപൂവ് അച്ചടിച്ചു വന്നതാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 1913 പ്രസിദ്ധമായ കായൽ സമ്മേളനം 13 എന്ത് ചെയ്യുന്നത്? മിതവാദി കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സി കൃഷ്ണൻ മിതവാദി പത്രം. ആ 13 തന്നെ ചരിത്രപ്രധാനമായ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. കായൽ സമ്മേളനം. അത് ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. നോക്കാം നമുക്ക്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞല്ലേ. ആരാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ? അത് ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദൻ. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണ്? അത് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, അപ്പൊ പണ്ഡിറ്റ് കറുപ്പനെ പറ്റി നമ്മളെ കുറച്ച് നോട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പണ്ഡിറ്റ് കറുപ്പൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നവോത്ഥാന നായകനാണ് അല്ലെ. അദ്ദേഹത്തെ പറ്റി ഞാൻ നോട്ട് ഉണ്ടെന്ന് ഓർത്തിട്ടാണ് ഓടിച്ചു പോയത്. ഓക്കെ, അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം. ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് സാഹിത്യ കുടീരമാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ചോദിക്കാറുണ്ട്. അതെന്താണ്? ശങ്കരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. അതേപോലെ അരയ സമാജ സ്ഥാപകനാരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം. അതേപോലെ കവി തിലകൻ എന്നറിയപ്പെട്ടു. അതേപോലെ സാഹിത്യ നിരൂപകൻ അല്ലെ, സാഹിത്യ നിപുണൻ എന്നൊക്കെ അറിയപ്പെട്ടതാണ്. കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണ്. അതേപോലെ അദ്ദേഹം കൊച്ചിൻ പുലയ മഹാസഭയിൽ ഉണ്ടായിരുന്നു. 1913 അദ്ദേഹം കൊച്ചിൻ പുലയ മഹാസഭ ആരംഭിക്കുന്നത്. അതെല്ലാം ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പൊ സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസി സഭ ആരുടേതാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നമുക്ക് പഠിക്കാനുണ്ട്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 ഫെബ്രുവരിയില് കൈനകരിയിലാണ് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. ഓക്കെ, 1805 ഫെബ്രുവരി 10 കൈനകരിയില്. അനുഗ്രഹീത പുരോഹിത സ്റ്റേഷൻ എന്നറിയപ്പെട്ടതാണ് ഈ പറയുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് എന്ത്? സെന്റ് ജോസഫ് പ്രസ്. സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ച് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. എവിടെയാണ്? മാന്നാനത്താണ്. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഈ ജ്ഞാനപീയൂഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? കോട്ടയത്തെ മാന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ്സിലാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട എന്തൊക്കെയാണ്? സെന്റ് ജോസഫ് പ്രസ് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ്. ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ്. അതിലാണ് ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ഏതാണ്? ജ്ഞാനപീയൂഷമാണ്. നസ്രാണി ദീപിക അച്ചടിച്ചു വന്നത് എവിടെയാണ്? ഈ പറയുന്ന സെന്റ് ജോസഫ് പ്രസ്സിലാണ്.
അതായത് വാഴത്തട വിപ്ലവമാണ് നമുക്കിനി പറയാനുള്ളത്. നമ്മളുടെ ക്വസ്റ്റ്യൻ കണ്ടു, വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ആരെന്ന് ചോദിക്കാറുണ്ട്, ആരാണ് കുര്യാക്കോ. അപ്പൊ എന്താണ് വാഴത്തട വിപ്ലവം നമുക്ക് നോക്കാം. മലയാളത്തിലെ അച്ചടി രംഗത്ത് ചാവറയച്ചൻ ഉണ്ടാക്കിയ വിപ്ലവമാണ് വാഴത്തട വിപ്ലവം. അതായത് എന്താണ് സംഭവം, 1846 പൊതു ആവശ്യത്തിനുള്ള ആദ്യ അച്ചടിശാല സ്ഥാപിക്കുന്നതിനെ അച്ചടി വിദ്യ മനസ്സിലാക്കാൻ കോട്ടയം CMS പ്രസിനെ സമീപിച്ച ചാവറയച്ചന് അവരുടെ നിസ്സഹകരണം മൂലം അച്ചടി വിദ്യ മനസ്സിലാക്കാനായിട്ട് കഴിയാതെ വരുവാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഓൾറെഡി അറിയാവുന്നവരോ അല്ലെങ്കിൽ അത് ചെയ്യുന്നവരോ നമ്മൾ സമീപിക്കും. അപ്പൊ അവരത് നമ്മളെ നിരസിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വഴി നോക്കും അല്ലെ. പിന്നീട് കൊല്ലം, മദ്രാസ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ അച്ചടി യന്ത്രത്തിനും മഷിക്കും അച്ഛൻ എഴുതി ചോദിച്ചു. അച്ചടി മഷി ലഭ്യമല്ലെന്നും 500 ബ്രിട്ടീഷ് രൂപയും വണ്ടി ചെലവും നൽകിയാൽ അച്ചടി യന്ത്രം നൽകാമെന്നുമായിരുന്നു കിട്ടിയ മറുപടി. തുടർന്ന് ചാവറയച്ചൻ എന്ത് ചെയ്യുന്നുണ്ട്, സുഹൃത്തും കരകൗശല വിദഗ്ധനുമായ മുട്ടച്ചിറ പറമ്പിൽ പൗലോസ് കത്തനാരുമായിട്ട് തിരുവനന്തപുരത്ത് എത്തുകയാണ്. അച്ചടി യന്ത്രത്തിന്റെ പ്രവർത്തന രീതി നേരിട്ട് മനസ്സിലാക്കിയ അദ്ദേഹം വാഴത്തടയിൽ അച്ചടി യന്ത്രത്തിന്റെ മാതൃകയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചടി യന്ത്രത്തിന്റെ മാതൃക സ്ഥാപിച്ചു. വാഴത്തട മാതൃകയിൽ നിന്നും ഒരു ആശാരി തടി കൊണ്ട് അച്ചടി യന്ത്രം ഉണ്ടാക്കി. മലയാളിയുടെ ആദ്യ അച്ചടി യന്ത്രമായിരുന്നു അത്. അതിനെയാണ് നമ്മൾ വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ വാഴത്തട വിപ്ലവം എന്താണ് അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്, CMS പ്രസ്സിൽ പോയിട്ട് അച്ചടി യന്ത്ര പ്രസ്സിനെ പഠിക്കണമെന്ന് പറയുമ്പോഴേക്കും അവർ നിരസിക്കുകയും തുടർന്ന് കൊല്ലത്തും അങ്ങോട്ടേക്കൊക്കെ പറയും, അവരെന്ത് പറയും, മഷിയില്ല പക്ഷെ ഞങ്ങൾ യന്ത്രം എത്തിക്കാം, പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ കാശ് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ പൗലോസ് കത്തനാരുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് പോയിട്ട് ഇതിന്റെ സംഭവങ്ങളൊക്കെ പഠിച്ച് ഒരു വാഴത്തടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് പോരും. അത് ഒരു ആശാരിയെ കൊടുത്തിട്ട് ഒരു അച്ചടി യന്ത്രം ഉണ്ടാക്കും. ഇതായിരുന്നു മലയാളിയുടെ ആദ്യ അച്ചടി യന്ത്രം. അപ്പൊ അതിനെയാണ് നമ്മൾ വാഴത്തട വിപ്ലവം എന്ന് പറയുന്നത്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം ഇമ്പോർട്ടന്റ് ആണ്. ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം അല്ലെ. ഇപ്പോൾ നമുക്കറിയാം മിക്ക പള്ളികളുടെയും കീഴിൽ എന്തുണ്ട്, ഓരോ സ്കൂളുകളുണ്ട്, സെന്റ് അഗസ്റ്റിൻസ് അല്ല, അതെന്ന് പറയുന്നത് എന്താണ്, പള്ളി ഉണ്ടാകും, പള്ളിയുടെ ചോട്ടിൽ തന്നെ ഒരു സ്കൂളും ഉണ്ടാകും. അങ്ങനെ ഒരു പള്ളിയോടൊപ്പം ഒരു സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ചാവറയച്ചന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് മാന്നാനമാണ്. മാന്നാനം എവിടെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ സെന്റ് ജോസഫ് പ്രസ് മാന്നാനത്തായിരുന്നു. അത് കോട്ടയം ജില്ലയിലാണ്. പിന്നെ എവിടെയാണ്, കൂനമ്മാവ്, എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ CMC എന്ന സന്യാസി സഭ ആരുടേതാണ്, 1866 CMC എന്ന സന്യാസി സഭ നമ്മുടെ ചാവറയച്ചൻ ആരംഭിക്കുന്നത്. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഇമ്പോർട്ടന്റ് ആണ്. വാഴ്ത്തപ്പെട്ടവനാക്കിയത് 1986 ഫെബ്രുവരി 8 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23 അപ്പൊ വാഴ്ത്തപ്പെട്ടതും അതേപോലെ വിശുദ്ധനും രണ്ട് തീയതിയാണ്. 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചപ്പോൾ 2014 വരെ വേണ്ടി വന്നു അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനായി. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് PSCയുടെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടത് ആരാണ്, അപ്പൊ എന്താണ് പിടിയരി സമ്പ്രദായം, നമ്മൾ പറഞ്ഞു വാഴത്തട വിപ്ലവം പറഞ്ഞു, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം പറഞ്ഞു, CMC പറഞ്ഞു. പിന്നെന്താണ്, അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ആരാണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMC നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ കണ്ടാ, സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ പറഞ്ഞു. ഇവിടെ എന്താണ്, കാർമലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, CMI സഭ. അപ്പൊ CMIയും ഉണ്ട്, CMZയും ഉണ്ട്. രണ്ടുമാരാണ്, നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI സഭ സ്ഥാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്, 1831 മെയ് 11 മാന്നാനം കോട്ടയത്താണ് CMI സഭ. CMC എന്നായിരുന്നു 1866 CMI എന്നാണ് 1831 CMI വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര്, തിരുനാൾ കുമ്മി ആരാണ്, തിരുനാൾ കുമ്മി അത് പണ്ഡിറ്റ് കറുപ്പന്റേതാണ് കേട്ടോ. തിരുനാൾ കുമ്മി പണ്ഡിറ്റ് KP കറുപ്പനാണ്. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയത് മയ്യഴി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്, IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ജനകീയ സമരം ആരാണ്, അപ്പൊ IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്, IK കുമാരൻ മാസ്റ്റർ ആണ്. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ സാംസ്കാരിക നായകന്മാരിൽ വരുന്നതല്ല, പക്ഷെ ഇത് ഞാൻ അല്ലെങ്കിൽ വിട്ടുപോകും, കാര്യം ഇടക്ക് വന്നൊരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തത്. ഏതാണ്, പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, നമ്മുടെ പഴശ്ശിയുടെ സമരങ്ങൾ ആ ഒരു ചാപ്റ്റർ നമ്മുടെ സിനിമ കണ്ടാൽ നമുക്ക് എല്ലാവരും അറിയാൻ പറ്റും. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ, കൈതേരി അമ്പു അല്ലെ, നമ്മുടെ ആരൊക്കെയായിരുന്നു, മനോജ് KJ അതേപോലെ ശരത് കുമാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ഇതാണ്. നമ്മളിപ്പോൾ ഒത്തിരി തവണ പറഞ്ഞു അല്ലെ, അയ്യങ്കാളിയുടേതാണ് ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് എന്ത്? 90-ാം ആണ്ട് ലഹള. ഏതാണ്? 90-ാം ആണ്ട് ലഹള. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഏത് വർഷം? 1741 ഓഗസ്റ്റിനാണ് ഇവർ കീഴടങ്ങുന്നതായിട്ട്, അതായത് ഡച്ചുകാർ തോറ്റുപോകുന്നുണ്ട്. അപ്പൊ ഡച്ചുകാർ കീഴടങ്ങിയതായിട്ട് പ്രഖ്യാപിക്കുന്ന 1741 ഓഗസ്റ്റ് 10-നാണ്. അപ്പൊ 41-നാണ് എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ നമ്മൾ ഒത്തിരി തവണ PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. EMS ആരാണ്? EMS ആണ് 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. പ്രാചീന മലയാളം ആരുടേതാണ്? പ്രാചീന മലയാളം നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് എന്ത്? പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം എന്താണ്? പരശുരാമന്റെ കേരള സൃഷ്ടി എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നൊരു വാദത്തെ എതിർത്ത കൃതിയാണ് എന്ത്? പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാൽ അതും ഏതാണ്? ഈ പറയുന്ന പ്രാചീന മലയാളമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്? ആദിഭാഷ, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആദിഭാഷ എന്താണ് ആദിഭാഷയുടെ പ്രത്യേകത? മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ എന്ന് പറയുന്നത് തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് എന്ത്? ആദിഭാഷ എന്ന് പറയുന്നത്. പിന്നെന്താണ്? വേദാധികാര നിരൂപണം. ഓക്കെ, ഏതാണ്? വേദാധികാര നിരൂപണം. എന്താണ് വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞാൽ അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. പിന്നെയുണ്ട് ക്രിസ്തുമത നിരൂപണമുണ്ട്. ഓക്കെ, അതേപോലെ അദ്വൈത പഞ്ചരമുണ്ട്, തമിഴകം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനമുണ്ട്. ഓക്കെ, അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അത് ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. ഓക്കെ ആണല്ലോ. കുറച്ച് കൃതികൾ അപ്പൊ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികള് നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മൾ ഓൾറെഡി നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. എവിടെയാണ് ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതാണ് പന്മനയിലാണ്. 1853 ഓഗസ്റ്റ് 25 കൊല്ലൂര് കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം നടത്തിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അതേപോലെ പട്ടിസദ്യ നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. പട്ടിസദ്യ. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ കറന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതിയതായിട്ട് ക്ഷേത്രം വരുന്നത് കണ്ണമ്മൂലയാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കണ്ണമ്മൂലയിലാണ് ക്ഷേത്രം വരുന്നത്. അതേപോലെ മഹാസമാധി ശതാബ്ദി ആചരണം ഉണ്ടായിരുന്നു. അത് ഏത് വർഷമാണ്? 2024 മഹാഗുരുവർഷം എന്നറിയപ്പെട്ടു. മഹാഗുരുവർഷം 2024. അതായത് ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം നടന്നത്. എന്നാണ് അദ്ദേഹം മരിക്കുന്നത്? 1924 അദ്ദേഹം അന്തരിക്കുന്നത്. അതിന്റെ 100 വർഷമായതാണ് 2024. ഓക്കെ ആണല്ലോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. പിന്നെ വിവേകാനന്ദനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഏത് വർഷമാണ്? 1892 വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളാണ് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണമുണ്ട്. പിന്നെ ഏതാണ്? ജീവകാരുണ്യ നിരൂപണമുണ്ട്. ഇതെല്ലാം ആരുടേതാണ്? ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളുടേതാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം. കല്ലുമാല ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കല്ലുമാല നമുക്കറിയാം അല്ലെ, അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട സമരമാണ് എന്ത്? കല്ലുമാല സമരം എന്ന് പറയുന്നത്. അയ്യങ്കാളിയുമായിട്ട് കർഷക സമരം നമ്മൾ പറഞ്ഞു, 90-ാം ആണ്ട് ലഹള പറഞ്ഞു, വില്ലുവണ്ടി സമരം പറഞ്ഞു. ഇതെല്ലാം ഏതാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ അല്ലേ. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പണിമുടക്ക് നടത്തിയ നേതാവാരാണ്? അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ 1911 അയ്യങ്കാളി അംഗമായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പോയിന്റുകളായിട്ട് പറഞ്ഞത് 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത് പറഞ്ഞു. എവിടെയാണ്? വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിക്കുന്നത്. ആധുനിക ദളിതരുടെ പിതാവാണ്. പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്.
1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത്. പിന്നെ വില്ലുവണ്ടി സമരം 1893 വില്ലുവണ്ടി സമരം ഉണ്ടായിരുന്നു. കല്ലുമാല സമരം 1915 കല്ലുമാല സമരം. അതിനെയാണ് പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്, സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ശിവപ്രതിഷ്ഠ എവിടെയാണ്? 1888 എവിടെയാണ്? അരുവിപ്പുറം പ്രതിഷ്ഠയാണല്ലേ അത്, അരുവിപ്പുറം പ്രതിഷ്ഠ. സോ ആൻസർ പറയേണ്ടത് ഓപ്ഷൻ എ ആണ്. 1886 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1928 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ജനനസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് നമ്മുടെ ആര് ജനിക്കുന്നത്? ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകനെന്നും നാണു ആശാനെന്നും പെരിയ സ്വാമി എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ ആണല്ലോ. ശ്രീനാരായണ ഗുരു പിന്നെ എന്തൊക്കെയാ നമുക്ക് പറയാനായിട്ട് പറ്റും? അദ്ദേഹം ആലുവയിൽ അദ്വൈതാശ്രമം ആരംഭിക്കുന്നുണ്ട് 1913. സർവമത സമ്മേളനം നടക്കുന്നുണ്ട് 1914. അരുവിപ്പുറം പ്രതിഷ്ഠ, അരുവിപ്പുറം ക്ഷേത്രം പണിതത് 1887. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 കേട്ടോ. അതേപോലെ നെയ്യാറിൽ നിന്നെടുത്ത കല്ലാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? SNDP കൂടി പറയാം. 1903 SNDP വരുന്നത്. 1903 മെയ് 15 SNDP വരുന്നത്. ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയാണ് അതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. അതിന്റെ രൂപീകരണത്തിന് കാരണമായ യോഗം ചോദിക്കാറുണ്ട്. അതാണ് വാവൂട്ടി യോഗം എന്നറിയപ്പെടുന്നത്. വാവൂട്ടി യോഗം SNDPയുടെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വാവൂട്ടി യോഗമാണ്. അതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അവിടെ ആദ്യത്തെ ഉപാധ്യക്ഷനാണെങ്കിൽ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് ആദ്യ ഉപാധ്യക്ഷൻ. അതേപോലെ തന്നെ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കുമാരനാശാനാണ്. നെക്സ്റ്റ് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തി ആരാണ് സവർണ ജാഥ നയിക്കുന്നത്? അത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥ. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം എവിടെയാണ്? പെരുന്നയാണ്. 1878 ജനുവരി 2 മന്നം ജയന്തി. 1878 ജനുവരി 2 ജനിക്കുകയും 1970 ഫെബ്രുവരി 25 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. പെരുന്നയിലാണ് ജനനം. അതേപോലെ ഈശ്വരൻ നമ്പൂതിരിയും പാർവതിയമ്മയുടെയും മകനായിട്ടാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്നു. ആരാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്നതാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭൻ. അതായത് 1959 രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ഭാരതകേസരി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാരതകേസരി എന്നറിയപ്പെടുന്നത്. 1914 അദ്ദേഹം എന്താരംഭിക്കുന്നത്? NSS ആരംഭിക്കുന്നത്. എവിടെയായിരുന്നു NSSന്റെ ആസ്ഥാനം? പെരുന്ന, കോട്ടയം, ചങ്ങനാശ്ശേരി അല്ലെ? ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ്. ആദ്യ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കേളപ്പനാണ് ആദ്യ പ്രസിഡന്റ്. ആദ്യ സെക്രട്ടറി ആണ് ആര്? മന്നത്ത് പത്മനാഭൻ ആദ്യ സെക്രട്ടറിയാണ്. സെക്രട്ടറി ഇവിടെ ആരാണ്? കേളപ്പൻ എന്ന് പറയുന്നത് ആദ്യ പ്രസിഡന്റ് ആണ്. ഇത് പെരുന്ന എന്ന് പറയുന്ന അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ആരംഭിച്ച തീയതിയാണ് 1914 NSS കേട്ടോ. പിന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് വിമോചന സമരം ഏതാണ്? 1959 നമ്മുടെ EMS മന്ത്രിസഭയ്ക്കെതിരെ നടത്തിയതായിരുന്നു വിമോചന സമരം 1959. അപ്പൊ അതാരാണ്? അത് മന്നത്താണ്. പിന്നെ ജീവശിഖ ജാഥ ആരാണ്? അതും മന്നത്താണ്. മന്നത്ത് പത്മനാഭൻ നയിച്ചതാണ് ജീവശിഖ ജാഥ. എവിടെ മുതൽ എവിടം വരെയാണ്? അങ്കമാലി മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെയായിരുന്നു ജീവശിഖ ജാഥ നടത്തിയത്. അതേപോലെ താലികെട്ട് കല്യാണം എന്ന ശൈശവം നിർത്തലാക്കാനൊക്കെ ശ്രമിച്ചത് ആരായിരുന്നു? നമ്മുടെ മന്നത്തായിരുന്നു. പിന്നെ ഈ പറയുന്ന NSSന്റെ മുഖപത്രവും കൂടി പഠിച്ചു വെച്ചോ. മുഖപത്രം ഏതാണ്? NSSന്റെ മുഖപത്രം എന്ന് പറയുന്നത് സർവീസസ് ആണ്. സർവീസ്. ഓക്കെ. മുതുകുളം പ്രസംഗം ഇമ്പോർട്ടന്റ് ആണ്. മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട് ആരാന്ന് ചോദിക്കാറുണ്ട്. 1947 എന്ത് നടക്കുന്നത്? മുതുകുളം പ്രസംഗം. മുതുകുളം പ്രസംഗം 1948. മുതുകുളം പ്രസംഗം മന്നത്താണെങ്കിൽ കോഴഞ്ചേരി പ്രസംഗം ആരുടേതാണ്? മുതുകുളം പ്രസംഗം നമ്മൾ പറഞ്ഞു മന്നത്താണെന്ന്. അങ്ങനെയാണെങ്കിൽ കോഴഞ്ചേരി പ്രസംഗം C കേശവനാണ്.
ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് സവർണ, അതായത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ എന്തായിരുന്നു? അത് ജീവശിഖ ജാഥയാണ്. രണ്ടും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. ജീവശിഖ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ, സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മേൽമുണ്ട് സമരം എന്ന് വിശേഷിക്കപ്പെട്ട ഒരു സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? നമുക്കറിയാം അല്ലെ, ചാന്നാർ ലഹളയാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26-നാണ്. ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുട. പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം എവിടെയാണെന്ന്? ഇരിങ്ങാലക്കുടയാണ്. ആദ്യ സെക്രട്ടറി ആണ് ആര്? VR കൃഷ്ണ എഴുത്തച്ഛൻ. ആദ്യ പ്രസിഡന്റ് അങ്ങനെ നോക്കിയിട്ട് കുറെ സെർച്ച് ചെയ്തിട്ടും കണ്ടില്ല. അപ്പൊ എന്തായാലും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യ സെക്രട്ടറി ആരാണ്? VR കൃഷ്ണ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് ആര്? AFW ഡിക്സൺ എന്ന് പറയുന്നത്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം നിരോധിക്കാൻ ഉത്തരവിറക്കിയത്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? കുറിച്യ കലാപം രാമനമ്പി. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക അല്ലെ വയനാട്ടില് അല്ലെ. എന്താണ് വയനാട്ടിൽ? നമുക്കറിയാം അവിടുത്തെ നികുതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അവരുടെ പരമ്പരാഗതമായ കൃഷിരീതിയെ ബ്രിട്ടീഷുകാർ എതിർക്കുകയും അതേപോലെ നികുതി എന്ന് പറയുന്നത് പണമായിട്ട് തന്നെ നൽകണമെന്ന് നിർബന്ധം പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് നടക്കുന്നതാണ് കുറിച്യരും കുറുമ്പരും ചേർന്നാണ് കുറിച്യ കലാപം നടക്കുന്നത്. 1812 മാർച്ചില് പ്രധാന നേതാവ് എന്ന് പറയുന്ന രാമനമ്പിയാണ്. രാമനമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് ഏത് വർഷമാണ്? 1812 മെയ് 1-നാണ്. അതിന്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. പലതവണ ചോദിച്ചിട്ടുണ്ട്. കലാപം അടിച്ചമർത്തിയതാരാണ്? തോമസ് വാർഡനാണ്. ഒരു മാസക്കാലം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ കീഴിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? TH ബേബർ ആണ്. ഇമ്പോർട്ടന്റ് കോഡ്സ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒരു മാസം, അത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്നും ചോദിച്ചിട്ടുണ്ട്, ആരാണ് പറഞ്ഞതെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ആരാണ് മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം മൗലവി അല്ലെ. വക്കം മൗലവിയുടെ പ്രത്യേകത എന്താണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹമാണ് നമ്മുടെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? വക്കം മൗലവിയാണ്. അത് നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയിലേക്ക് പോകരുത്, കാര്യം അദ്ദേഹം അതിന്റെ എഡിറ്റർ ആയിരുന്നു അല്ലെ. വക്കം മൗലവിയാണ്. സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ വക്കം മൗലവിയാണ്. ഏത് വർഷമാണ്? 1905 ജനുവരി 19-നാണ് ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രം എവിടെ സ്ഥാപിതമാകുന്നത്? അഞ്ചുതെങ്ങിൽ സ്ഥാപിതമാകുന്നത്. അത് പിന്നീട് 1906 അത് വക്കത്തേക്ക് മാറ്റുകയുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ആദ്യ എഡിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ളയാണ് ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത്. ഇനി സ്വദേശാഭിമാനി പിള്ളയാണല്ലോ, നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ അല്ലെ. അദ്ദേഹം എന്നാണ് ഇതിന്റെ എഡിറ്റർ ആയത്? അത് 1906 അല്ലെ, ജനുവരി 17-നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇതിന്റെ എഡിറ്റർ ആകുന്നത്. അപ്പൊ പഠിക്കേണ്ട എന്തൊക്കെയാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. 1905 എവിടെ നിന്നാണ്? അഞ്ചുതെങ്ങിൽ നിന്ന് ആണ് ഇത് സ്ഥാപിതമായത്. അത് പിന്നീട് 1906 വക്കത്തേക്ക് മാറ്റുകയുണ്ടായിട്ട്, പിന്നീട് അത് 1907 എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ് പിന്നെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അത് നമുക്ക് വിട്ടേക്ക്. CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത്. ഇനി രാമകൃഷ്ണപിള്ള എഡിറ്റർ ആയത് ഏത് വർഷമാണ്? 1906 ജനുവരി 17-നാണ് രാമകൃഷ്ണപിള്ള എഡിറ്റർ ആകുന്നത്. ഓക്കെ. അതേപോലെ എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിനെന്ന് പറഞ്ഞതൊക്കെ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു സഭയുണ്ട്, അതിന്റെ പേരാണ് ധർമ്മപോഷിണി സഭ. എന്താണ്? ധർമ്മപോഷിണി സഭ. ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം ആരംഭിച്ച കുറച്ച് പത്രങ്ങളുടെ പേരുണ്ട്, പഠിച്ചു വെക്കണം. മാസികകളെന്ന് ചോദിക്കും കേട്ടോ. മുസ്ലിം, പിന്നെ അതേപോലെ തന്നെ അൽ ഇസ്ലാം, മുസ്ലിം, അതേപോലെ ദീപിക. ഇത് മൂന്നും ആരുടേതാണ്? അദ്ദേഹം ആരംഭിച്ച മാസികകളാണ്. അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക. ഓക്കെ ആണല്ലോ.
പിന്നെ അതേപോലെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണെങ്കിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്? കയ്യൂർ ലഹള, ഉപ്പു സത്യാഗ്രഹം, മലബാർ, ഇതെല്ലാം ഏകദേശം ആ ഒരു ടൈമിൽ ഉണ്ടായതാണ്. വേലുത്തമ്പി കലാപമാണ് അല്ലാത്തത്. ആദിഭാഷ എന്ന ഗ്രന്ഥം ഏതാണ്? ആദിഭാഷ ചട്ടമ്പി സ്വാമി നമ്മൾ പറഞ്ഞല്ലേ, ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് എന്ത്? ആദിഭാഷ എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? നിജാനന്ദ വിലാസം അല്ലെ, നമ്മൾ പറഞ്ഞതാണ്, ചട്ടമ്പി സ്വാമിയുടേതാണ് നിജാനന്ദ വിലാസം. പിന്നെ എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം പറഞ്ഞു. ആരാണ് മോക്ഷപ്രദീപം എഴുതിയത്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയതാണ് എന്ത്? മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ ഏതാണ്? വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണമുണ്ട്, അതേപോലെ തന്നെ തമിഴകമുണ്ട്, ജീവകാരുണ്യ നിരൂപണമുണ്ട്. ഇതെല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. പൂക്കോട്ടൂർ സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപമാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത്? ദൈവദശകം, ശിവശതകം, ദർശനമാല, ഇതെല്ലാം നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. നിജാനന്ദ വിലാസം നമ്മൾ എപ്പോഴും പറഞ്ഞല്ലേ, നിജാനന്ദ വിലാസം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ് നിജാനന്ദ വിലാസം. അതായത് ശരിക്കും ആ കൃതി എന്ന് പറയുന്നത് സുന്ദരസ്വാമികളുടെ ഒരു തമിഴ് കൃതിയാണ്. അതിനെ നിജാനന്ദ വിലാസം എന്ന പേരില് നിജാനന്ദ വിലാസം എന്ന് പറയുന്നത് ആരുടേതാണ്? നമ്മുടെ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ്. അത് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയതാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയതാണ് നിജാനന്ദ വിലാസം. പക്ഷെ നിജാനന്ദ വിലാസം എന്ന് തന്നെയാണ് നമ്മൾ റെഫർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബുക്ക് കിട്ടുന്നതൊക്കെ നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികൾ എന്ന പുസ്തകമാണ് നമുക്ക് സൈറ്റിലേക്ക് കിടക്കുന്നത്. സാധുജന പരിപാലന യോഗം ആരുടേതാണ്? സാധുജന പരിപാലന യോഗം അയ്യങ്കാളി. നമ്മളിപ്പോ പറഞ്ഞല്ലേ 1907 സാധുജന പരിപാലനയാണ് അതിന്റെ മുഖപത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ലിംഗൻ പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രധാന സംഭവമാണ് എന്തെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം ഏതാണ്? സവർണ ജാഥ. നമ്മൾ കുറച്ചു മുമ്പും കൂടി പറഞ്ഞല്ലേ, സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. എവിടെ മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥയും. ജീവശിഖ ജാഥ എവിടെ മുതൽ എവിടം വരെയാണ്? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥയും നയിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ കേരള ലിംഗൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതേപോലെ തന്നെ സവർണ ജാഥ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്? അത് നമ്മുടെ വാഗ്ഭടാനന്ദനാണ് അല്ലെ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിന്റെ 1885 1885 നമ്മുടെ INC രൂപീകരിക്കുന്ന 1885 എന്ത് നടക്കുന്നത്? ഇദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമായിരുന്നു എന്ത്? കുഞ്ഞിക്കണ്ണൻ എന്നുള്ളത്. എന്താണ്? വാഗ്ഭടാനന്ദന്റെ ബാല്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? VK ഗുരുക്കൾ എന്നുള്ളതാണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം. അപ്പൊ ആത്മവിദ്യാ സംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദനാണ്. കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബാല്യകാല നാമം. യഥാർത്ഥ നാമം എന്താണ്? VK ഗുരുക്കളാണെന്ന്. ഓക്കെ, ഇദ്ദേഹത്തിന് ഈ വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇദ്ദേഹത്തിന് വാഗ്ഭടാനന്ദ എന്ന പേര് നൽകുന്നത്. അതേപോലെ ആത്മവിദ്യാ കാഹളം എന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ആത്മവിദ്യാ കാഹളം മാസികയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെത്. ആത്മവിദ്യാ കാഹളം, ആത്മവിദ്യാ കാഹളം, ആത്മവിദ്യാ സംഘം, ആത്മവിദ്യാ കാഹളം. അതേപോലെ ശിവയോഗ വിലാസം, ശിവയോഗി വിലാസം എന്നത് അദ്ദേഹത്തിന്റെ മാസികകൾ. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 മാസികകളാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ത്? നമ്മുടെ ഊരാളുങ്കൽ നമ്മുടെ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്നൊരു കർഷക സംഘടന സ്ഥാപിക്കുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പിൽക്കാലത്ത് മാറുന്നത്. പിന്നെന്താണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? പ്രീതി ഭോജനം. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. പ്രീതി ഭോജനം ആരാണ് നടത്തിയത്? നമ്മുടെ വാഗ്ഭടാനന്ദനാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരെന്നാ ചോദിച്ചത്. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ജാതി ചോദിക്കരുത്, പറയരുത്, പിന്നെന്താണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, പിന്നെന്താണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതെല്ലാം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ചത്, ചട്ടമ്പി സ്വാമികൾ ഏതാണ് വരേണ്ടത്? നമ്മൾ ഒത്തിരി പറഞ്ഞു അല്ലെ, ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളം അല്ലെ, അത് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞതാണ്. ആത്മോപദേശ ശതകം, ദൈവദശകമൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെയാണ്. ആത്മവിദ്യാ കാഹളം ആരുടേതാണ്? അത് നമ്മുടെ ആത്മവിദ്യാ കാഹളം എന്നൊരു മാസിക ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആ ഒരു ഗണത്തിൽ വരുന്നതല്ല, പക്ഷെ എങ്കിലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? കുമാര ഗുരുദേവൻ. കുമാര ഗുരുദേവന്റേതാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കേൽ യോഹന്നാൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പൊയ്കേൽ അപ്പച്ചൻ എന്നും അതേപോലെ കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. അദ്ദേഹമാണ് നമ്മുടെ ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ പൊയ്കേൽ യോഹന്നാൻ. ഇദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. അദ്ദേഹത്തെയാണ് പൊയ്കേൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ജനനസ്ഥലം എവിടെയാണ്? ജനനം അത് ഇരവിപേരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. നമുക്ക് വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ, ചോദിച്ചിട്ടുണ്ട്. പൊയ്കേൽ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ചേരാത്ത പ്രസ്താവനകൾ എന്നും പറഞ്ഞ് അന്ന് തന്നിരുന്നത് പത്തനംതിട്ടയിലെ ഇരവിപേരൂരിൽ ജനിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചതൊക്കെ ആരാണ്? നമ്മുടെ യോഗക്ഷേമ സഭയല്ല, VT ഭട്ടതിരിപ്പാടാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതും ആരാണ്? നമ്മുടെ പൊയ്കേൽ അപ്പച്ചനാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ് വാകത്താന ലഹള, അടിലഹള എന്നൊക്കെ പറയുന്നത് കേട്ടോ. വാകത്താന ലഹളയിൽ കുറെ പ്രക്ഷോഭങ്ങളുണ്ട്, അതിലൊന്ന് വരുന്നതാണ് അടിലഹളയിലാണ്. കുറെ കാറ്റഗറീസ് ഉണ്ട്, അതിൽ വരുന്നതാണ് നമ്മുടെ വാകത്താന ലഹളയൊക്കെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? അപ്പോൾ കുമാര ഗുരുദേവന്റേതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ ചോദിക്കുന്നതാണ്. യുദ്ധവിരുദ്ധ ജാഥ കൊണ്ടുവന്നത് ആരെന്ന്, അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. എവിടെ മുതൽ എവിടം വരെയാണ്? മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്. അതാരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. എന്തായിരുന്നു അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? സമാധാനം, ലോകത്തിന് സമാധാനം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ചോദിക്കാറുണ്ട്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ആരുടേതാണ്? പൊയ്കേൽ കുമാരഗുരുദേവന്റേതാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏതാണ്? നാടകമാണ്. ചുവടെ തന്നിട്ടുള്ള C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? C കേശവൻ കോഴഞ്ചേരി പ്രസംഗം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു. കോഴഞ്ചേരി പ്രസംഗം ആരുടേതാണ്? C കേശവനാണ്. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകം നമ്മൾ പറഞ്ഞാണ് അല്ലെ, ശ്രീനാരായണ ഗുരുദേവനാണ് ആത്മോപദേശ ശതകം. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയില് നമുക്കറിയാം വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ചതാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒത്തിരി ടോപ്പിക്ക് നമ്മൾ പഠിക്കാനുണ്ട് അല്ലെ, അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. വൈകുണ്ഠ സ്വാമികളെ പറ്റി മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന ആരാണ്? തുവയൽ പന്തി കൂട്ടായ്മ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടു. സമത്വ സമാജം സ്ഥാപിച്ചു 1836. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരയിലെ നീചനെന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്നും ഒക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? അതേപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചത് നമ്മുടെ വൈകുണ്ഠ സ്വാമിയാണ്. അദ്ദേഹം സമ്പൂർണ്ണ ദേവനെന്നും മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമായിരുന്നു മുടിചൂടും പെരുമാൾ എന്നുള്ളത്. ആത്മവിദ്യാ സംഘം നമ്മൾ കുറച്ചു മുമ്പ് കൂടി പറഞ്ഞല്ലേ. ആത്മവിദ്യാ സംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്.
സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ നേരത്തെ പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത്. അതിന്റെ എഡിറ്റർ ആയിരുന്നു ആര്? രാമകൃഷ്ണപിള്ള. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു തന്നാണ്. അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹമാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടതും. അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അദ്ദേഹം കൊണ്ടുവന്ന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മുസ്ലിം ഉണ്ട് അല്ലെ, മാസികകളായിട്ട് നമ്മൾ പഠിച്ചത് മുസ്ലിം ഉണ്ട്, അൽ ഇസ്ലാം, മുസ്ലിം, പിന്നെ എന്താണ് ദീപിക എന്നീ രചനകളൊക്കെ ആരുടേതാണ്? മാസികകളൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരുടേതാണ്? PRDS നമ്മൾ പറഞ്ഞല്ലേ, ആരുടേതാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവന്റേതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ ആരാണ്? സവർണജാഥ മന്നത്ത് പത്മനാഭൻ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ മന്നത്തും. ജീവശിഖാജാഥ എവിടെ മുതൽ എവിടം വരെയാണ്? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇന്റർനാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ SCRT ഫാക്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ SCRTയിൽ INA പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു പോർഷൻ ആയിട്ട് തന്നിരിക്കുന്ന ഒരു സാധനമായത് വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം ഏതാണ്? ആരാണ്? അയ്യങ്കാളി അല്ലെ. 1893 അയ്യങ്കാളി നടത്തുന്നതാണ് എന്ത്? വില്ലുവണ്ടി സമരം. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ, ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. വില്ലുവണ്ടി സമരം 1893 90-ാം ആണ്ടിൽ സമരം ഏതാണ്? 1915. അത് ഞാൻ പറഞ്ഞു 1090 അതാണ് ആ വർഷം, അതുകൊണ്ടാണ് അതിന് 90-ാം ആണ്ട് സമരം എന്ന് പറയുന്നത്. കല്ലുമാല സമരമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഏത് വർഷം? 1911 അംഗമായിരുന്നു. തുടർച്ചയായി അദ്ദേഹം 28 വർഷമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത്. പിന്നെന്താ? ഇന്ത്യയിലെ ആദ്യത്തെ ദളിത പത്രമാണ് എന്ത്? സാധുജന പരിപാലിനി. അത് ഏതാണ്? സാധുജന പരിപാലന സംഘം എന്ന 1907 അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സാധുജന പരിപാലിനി എന്ന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ആധുനിക ദളിതരുടെ പിതാവാണ് അദ്ദേഹം. പുലയ രാജ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ പ്രതിമ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇസ്രാ ഡേവിഡ് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പ്രതിമയെ അനാച്ഛാദനം ചെയ്തത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു? VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നു? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികൾ അല്ലെ. ക്രിസ്തുമത നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ആദിഭാഷ, പ്രാചീന മലയാളം എല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ പറയുന്നതെല്ലാം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം വൈകുണ്ഠ സ്വാമികളുടേതാണ് അഖില തിരുട്ടമ്മാനെ നമ്മൾ പറയും. ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റേതാണ് ആത്മാനുതാപം. ഇത് രണ്ടും ശരിയാണ്. വാഗ്ഭടാനന്ദന്റെ തെറ്റാണ്. അപ്പൊ ഇവിടെ ഏതാണ്? 1ഉം 3ഉമാണ് ശരി ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ A ആണ് ശരി എന്ന് പറയുന്നത്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താൻ ഏതാണെന്ന് നോക്കിക്കേ. ഋതുമതി പ്രേംജിയാണ്. പ്രേംജി MR ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് VT ഭട്ടതിരിപ്പാട്. അതും ശരിയാണ്. പാട്ടബാക്കി KPR ഗോപാലൻ അല്ല. ആരാണ്? K ദാമോദരൻ. K ദാമോദരനാണ് എന്ത്? നമ്മുടെ ദാമോദരൻ പാട്ടബാക്കി എന്നുള്ളത്. അപ്പൊ ഋതുമതി പ്രേംജിയാണ്. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് VT ഭട്ടതിരിപ്പാട്. പാട്ടബാക്കി K ദാമോദരനാണ്. അല്ലെ, ഒരു രാഷ്ട്രീയ നോവലാണ് പാട്ടബാക്കി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ D 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഇങ്ങോട്ടോ പാട്ടബാക്കി K ദാമോദരൻ. അന്നത്തെ ബുക്കിന്റെ വില നോക്കിക്കേ, 5 രൂപ 50 പൈസ. നാഷണൽ ബുക്ക് സ്റ്റാൾ. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും തന്നിരിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ. തെറ്റാണ് അല്ലെ. നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗിനെയും വാഗ്ഭടാനന്ദനെയും രണ്ടായിട്ട് തന്നെയാണ് പഠിച്ചത്. വാഗ്ഭടാനന്ദന്റെ പേര് എന്തായിരുന്നു? യഥാർത്ഥ പേര് VK ഗുരുക്കൾ എന്നുള്ളതാണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമവും നമ്മൾ പഠിച്ചല്ലോ. അതെന്താണ്? അത് കുഞ്ഞിക്കണ്ണൻ അല്ലെ. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നും യഥാർത്ഥ പേരെന്താണ്? VK ഗുരുക്കൾ എന്നുമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദമേനോൻ. എന്താണ്? കാരാട്ട്
ഗോവിന്ദ മേനോൻ, ഇതാണ് യഥാർത്ഥ പേരെന്ന് പറയുന്നത്. കാരാട്ട് ഗോവിന്ദ മേനോൻ. ബാല്യകാല നാമമായിരുന്നു ഗോവിന്ദൻ കുട്ടി. ഗോവിന്ദൻ കുട്ടിയാണ് ബാല്യകാല നാമം. അപ്പൊ ഇത് തെറ്റാണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി ഒന്നും വായിച്ചില്ലെങ്കിൽ പോലും എന്താണ് ആൻസർ അറിയാൻ പറ്റും. തൈക്കാടയ്യ സുബ്ബരായറാണ്. നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഈ ചിന്മയാനന്ദ സ്വാമികളൊക്കെ നമ്മൾ റെയർ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതും കൂടി എന്താണ്, ഈ ഒന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ ബാക്കി ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ഇവിടെ ശരി. ചിന്മയാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് എന്ത്? ബാലകൃഷ്ണ മേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദ മേനോൻ അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടിയാണ് ബാല്യകാല നാമം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി ടി.കെ. മാധവനും കെ.പി. കേശവമേനോനും ഉണ്ട്. അപ്പൊ ഏത് വരും? ഓപ്ഷൻ സി 2ഉം 3ഉമാണ്. ഡോക്ടർ പൽപു അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ. 1863 അല്ലെ, തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത് അല്ലെ. 1941 ജൂൺ 18 അദ്ദേഹം മരിക്കുന്നുണ്ട്. എവിടെയാണ്? വെങ്ങാനൂർ, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് നമ്മുടെ വെങ്ങാനൂർ എന്ന് പറയുന്നത്. ആ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിക്കുന്നത്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ്. ഒത്തിരി തവണ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ, പുലയരുടെ രാജാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു അല്ലാതെ ഗാന്ധിജിയാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഓക്കെ, SNDP-യിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ആരംഭിച്ചതാണ് സാധുജന പരിപാലന സംഘം. പുലയ മഹാസഭ എന്ന അതേപോലെ തന്നെ അതിന്റെ പത്രം പ്രസിദ്ധീകരിച്ച ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അതിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു ആര്? ചെമ്പുന്തറ കാളിച്ചോതിക്കറുപ്പൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമാണ് എന്ത്? സാധുജന പരിപാലിനി. ഓക്കെ ആണല്ലോ. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ വൃത്തിജന സംഘം രൂപീകരിച്ചു. ശരിയാണ്. നെക്സ്റ്റ് എന്താണ് നോക്കിക്കേ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ. അതും ശരിയാണ്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞല്ലേ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും ആരുടേതാണ്? VT ഭട്ടതിരിപ്പാട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? മന്നത്ത് പത്മനാഭന്റെ. അത് എന്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്ന് പറയുന്നത്. എന്റെ ജീവിത സ്മരണകൾ. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു സെക്ഷന് ഒരു 2022 പകുതി വരെ ആയിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് ചെയ്യാം. ക്ലാസ് ഒത്തിരി ലെങ്ത് ആയി പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കിനി ബാക്കി ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്